നമ്മുടെ വിശ്വഗുരു മോദിജിയെ കൊല്ലാൻ നടക്കുന്ന CIA, അതിന്റെ കൂടെ തന്നെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഏറ്റവും വലിയ ത്രെട്ട് ആയിട്ടുള്ള ഒരു രാജ്യം, തീവ്രവാദ രാജ്യമായിട്ടുള്ള പാകിസ്ഥാന്റെ കൂടെ ഇസ്രായേലിന്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദ്, ഇവർ 3 പേരും കൂടെ കഴിഞ്ഞ ദിവസം ഈജിപ്തിൽ വെച്ചിട്ട് ഒരു രഹസ്യ മീറ്റിംഗ് നടക്കുന്നു. ഈ മീറ്റിംഗിന്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. പാകിസ്ഥാന്റെ 20,000-ഓളം പട്ടാളക്കാരെ ഇസ്രായേലിന് കൊടുക്കും, അല്ലെങ്കിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പറഞ്ഞ CIA-യുടെയും മൊസാദിന്റെയും സംയുക്ത ഒരു പട്ടാള ഗ്രൂപ്പിലോട്ട് ഇവർ 20,000 ആളുകളെ കൊടുക്കുകയാണ്. ഈ ആളുകൾ ഗസ അതിർത്തിയിലെ ഗസ ബഫർ സോണിൽ ഇസ്രായേലിന് വേണ്ടി പണിയെടുക്കും. ഇത് നമുക്ക് സഹിക്കാൻ പറ്റുമോ? ആരൊക്കെയാണ് അപ്പുറത്തുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ സംഘികൾക്ക് സഹിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുമ്പോൾ. പാകിസ്ഥാന്റെ 20,000-ഓളം വരുന്ന പട്ടാളക്കാർ ഗസയിലോട്ട് പുറപ്പെടാൻ പോവാണ്. അത് വെറുതെ പോവല്ല, ഇസ്രായേലിന്റെ കൂടെ കൂടിയിട്ട്, ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത സേനയുടെ കൂടെ കൂടിയിട്ട് പാകിസ്ഥാന്റെ 20,000 പട്ടാളക്കാരാണ് ഗസയിലോട്ട് പോകുന്നത്. അതായത് ഗസ അതിർത്തിയുടെയും ഇസ്രായേൽ അതിർത്തിയുടെയും ഇടയിലൊരു ബഫർ സോൺ ഉണ്ട്. ആ സോണിലോട്ടാണ് ഇവരെ വിടുന്നത്. ഇവരെന്തിനാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേലിന്റെ കൂടെ കൂടി അവിടുത്തെ മറ്റ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ, അല്ലെങ്കിൽ അവിടുത്തെ സമാധാനം കൊണ്ടുവരാൻ, അതല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേലിന്റെ കൂടെ കൂടിയിട്ട് ഇവർ പോകുന്നത്. ഇത് കാണുമ്പോൾ നമ്മളൊന്നും ഞെട്ടൂലേ? എന്തിനാ? അതായത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക് രാജ്യം, തീവ്ര ഇസ്ലാമിക് രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ, എപ്പോഴും ഇസ്ലാമിനെതിരെയായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ബദ്ധ ശത്രുവാണെന്ന് കരുതപ്പെടുന്ന ഇസ്രായേൽ പോലത്തെ രാജ്യത്തിൻ്റെ പട്ടാളത്തിൻ്റെ കൂടെ കൂടിയിട്ട് അവർ അടിച്ചിട്ട്, അല്ലെങ്കിൽ അവർ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഗസ സിറ്റിയുടെ ബഫർ സോണിലോട്ട് ഇസ്രായേലിൻ്റെയും അമേരിക്കൻ്റെയും കൂടെ കൂടുന്നു. ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത് ആരാണ്? മൊസാദും CIA-യും കൂടിയിട്ട് ഈജിപ്തിൽ നടന്നിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. അതിന് പാകിസ്ഥാൻ്റെ അസീം മുനീറാണ് പങ്കെടുത്തത്. ഇവർ 3 പേരും കൂടെ തീരുമാനിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തിയത്. ഈ CIA എന്ന് പറഞ്ഞാൽ ആരാണ്? അമേരിക്കയുടെ ചാരസംഘടന. മൊസാദ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ചാരസംഘടന. അമേരിക്കയുടെ CIA ആണ് നമ്മുടെ മോദിജിനെ കൊല്ലാൻ നോക്കുന്നത്, അല്ലെങ്കിൽ മോദിജിനെ എവിടെ ചെന്ന് കഴിഞ്ഞാലും മോദിജിനെ തട്ടിക്കളയുന്നു എന്നും പറഞ്ഞിട്ട് പല വാർത്തകളും കഴിഞ്ഞ 2 ആഴ്ച ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തെളിവുകൾ സഹിതം പുറത്തോട്ട് വിട്ടത് വേറെ ആരുമില്ല, ഓർഗനൈസറാണ്, RSSന്റെ പത്രം, പിന്നെ കുറച്ച് യൂട്യൂബേഴ്സുമാണ് ഈ വാർത്ത പുറത്തോട്ട് വിട്ടത്. ഇതുവരെ CIA-യോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു നമ്മുടെ ഇന്ത്യൻ്റെ ചാരസംഘടനയായിട്ടുള്ള പോലും ഇത് പുറത്തോട്ട് വിട്ടിട്ടില്ല. വേറെ ഒരു ഒതൻറ്റിസിറ്റി ഇല്ലാത്തൊരു ന്യൂസ് ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി വലിയ വീഡിയോ പോലും ചെയ്യാൻ പോകാതിരുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ CIA-നെ പോലത്തെ ഒരു ആൾ, മൊസാദിനെ പോലത്തെ ഒരാളുടെ കൂടെ കൂടിയിട്ട് ഇവർ, പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്ത്യയുടെ ബദ്ധശത്രു അല്ലേ? നമുക്ക് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റാത്ത രാജ്യമാണ്. അങ്ങനെയുള്ള പാകിസ്ഥാൻ ഇസ്രായേലിൻ്റെ കൂടെ കൂടി, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആരാണ്? അതുപോലെ തന്നെ അത്രയും അടുത്ത് നിൽക്കുന്ന നമുക്ക് സഹിക്കും, നമ്മുടെ സംഖ്യക്ക് സഹിക്കും. നമ്മുടെ സംഖ്യകളുടെ ഒക്കെ അപ്പനപ്പൂപ്പന്മാർ ഇസ്രായേലികളാണ് തീരുമാനിച്ച്, അല്ലെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ച് ജീവിക്കുന്ന സംഖ്യകൾ പാകിസ്ഥാൻ്റെ കൂടെ ഇസ്രായേലിൻ്റെ ഒരു സംയുക്ത സേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പം ഹൃദയം പൊട്ടി മരിക്കും. എന്താണെങ്കിലും ഇങ്ങനെ ഒരു സംഭവം നടന്നു. കഴിഞ്ഞ മാസം ഈ പറഞ്ഞ പോലെ CIA-യും അതുപോലെ മൊസാദും പാകിസ്ഥാൻ്റെ അസീം മുനീറും കൂടെ കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെ തീരുമാനത്തിലോട്ട് എത്തിയത്. ഇതിൻ്റെ മെയിൻ ചുക്കാൻ പിടിച്ചത് അമേരിക്ക തന്നെയാണ്, ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. നമുക്കറിയാം, ഇന്ത്യക്കെതിരെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ താരിഫായിട്ടും മറ്റ് പല കാര്യങ്ങളിലും മുന്നോട്ട് വന്നിട്ടുള്ള അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നിൽക്കുന്നുണ്ട്. പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. സൈനിക സഹായങ്ങളും മറ്റെല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ട്രംപ് ഒരു സൈഡിൽ കൂടെ ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ ട്രംപിനെയും അമേരിക്കനെയും വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അക്കൂട്ടത്തിലാണ് ഇസ്രായേലിൻ്റെ കൂടെ കൂടിയിട്ട് ഗസയിലോട്ട് പാകിസ്ഥാൻ്റെ 20,000 പട്ടാളക്കാരെ വിളിച്ചിട്ടുള്ളത്. ഇങ്ങനെ വിളിക്കുന്നത് കൊണ്ട് എന്താണ് അവിടെ കാര്യം? അവർ പറയപ്പെടുന്നത്, അതായത് ട്രംപിൻ്റെ 20 പീസ് പോയിന്റുകളുണ്ട് അല്ലേ? അതായത് ഗസയിൽ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി ട്രംപ് കൊണ്ടുവന്ന 20 പോയിന്റുകളുണ്ട്. ആ 20 പോയിന്റുകളുടെ ഒരു കാര്യമായിരുന്നു ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്നും പറഞ്ഞിട്ട് ഒരു ഫോഴ്സ് ഉണ്ടാക്കിയിട്ട് ഗസയിൽ ആ ഫോഴ്സ് ആയിരിക്കും ഇനി കൺട്രോളിലോട്ട് വരിക. അവരായിരിക്കും ഗസയിലെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലോട്ടാണ് ഈ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിൻ്റെ ഭാഗമാവാനാണ് പാകിസ്ഥാൻ്റെ 20,000-ഓളം പട്ടാളക്കാരെ അവിടെ വിന്യസിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഖത്തറിൻ്റെ മൂട്ടിൽ പോയിട്ട് ഇസ്രായേൽ ബോംബ് പൊട്ടിച്ച സമയത്ത് നമ്മുടെ ഖത്തറും മറ്റ് GCC കൺട്രീസും മറ്റ് ഇസ്ലാമിക് കൺട്രീസ് എല്ലാവരും കൂടെ ഖത്തറിൽ ഒരു മന്തി ചർച്ച നടന്നിരുന്നു. ഈ മന്തി ചർച്ചയിൽ മന്തി കഴിച്ച് കഴിഞ്ഞ് അവരെല്ലാവരും കൂടെ ഒരു പേപ്പറിൽ സൈനൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒറ്റ സൈൻ്റെ മഷി തരെ ഉണങ്ങിയില്ല. അതിൻ്റെ മുമ്പാണ് പാകിസ്ഥാൻ മറുകണ്ഠം ചാടിയത്. ആ ഒരു ഉച്ചകോടിയിൽ അറബ് നാറ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ, അതായത് അറബിക് രാജ്യങ്ങൾക്ക്, ഇസ്ലാമിക് രാജ്യങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് നിൽക്കും. ഇപ്പോൾ ഗസയുടെ കാര്യം വന്നതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരായിട്ട് ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തീരുമാനങ്ങൾ എടുക്കും. മറ്റു പല നയതന്ത്ര
എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള പല ഉപരോധങ്ങളും ഇസ്രായേലിനെതിരെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മുൻകൂട്ടി അല്ലെ ആ കൂട്ടത്തിൽ ആ ചർച്ചയ്ക്ക് ഏറ്റവും മുമ്പിൽ പാനിയും പിടിച്ച് മന്തി കഴിച്ച ആളാണ് നമ്മുടെ അസീം മുനീറും ഈ പറഞ്ഞ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം. അപ്പം അവിടെ പോയി സൈൻ ചെയ്ത് ഇവിടെ വന്നു, തിരിച്ച് നേരെ അപ്പുറത്ത് പോയിട്ട് സൗദി അറേബ്യയായിട്ട് മറ്റൊരു കരാറിലോട്ട് പാകിസ്ഥാൻ ഒപ്പുവെച്ചു. അതിൻ്റെ അപ്പുറത്തോട്ട് വീണ്ടും ചാടി അമേരിക്കയായിട്ടൊരു പുതിയ നയതന്ത്രത്തിലോട്ട് പാകിസ്ഥാൻ വന്നു. അപ്പോൾ അതെല്ലാം അവിടെ ഇങ്ങനെ കൂട്ടിക്കുഴഞ്ഞിരിക്കുന്ന സമയത്താണ് ഇവിടെ പോയിട്ട് ഇസ്രായേലിൻ്റെ കൂടെ കൂടാം എന്നുള്ള ഒരു തീരുമാനത്തിലോട്ടും പാകിസ്ഥാൻ എത്തിയത്. നമ്മൾ ഇസ്രായേലിനെ സ്വന്തം അപ്പനപ്പൂപ്പന്മാരായിട്ട് കാണുന്ന സംഘികൾക്ക് ഇത് സഹിക്കാൻ ഒരു ചാൻസും ഇല്ല. കാരണം സംഘികൾ അത്രയും ഇതായിട്ട് കാണുന്ന ഇസ്രായേൽ എന്തുകൊണ്ട് നമ്മളെ സംഘികളുടെ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ടുള്ള പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ കൂടെ കൂടി എന്നുള്ള ചിന്തയാണ് ഇപ്പം സംഘികൾ ഏറ്റവും കൂടുതൽ പുലിവാല് പിടിച്ചിരിക്കുന്നത്. അവരുടെ പുലിവാല് പിടിക്കട്ടെ. ഇനി ഇത് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഡിപ്ലോയ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ഇപ്പം ഇവർ മുന്നോട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സമാധാനം കൊണ്ടുവരിക, അതല്ലെങ്കിൽ അവിടുത്തെ മറ്റ് കൺട്രോളുകൾ ഈ പറഞ്ഞൊരു സംയുക്ത സേനയ്ക്ക് ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിൻ്റെ കയ്യിലോട്ട് എത്തിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് വരുന്നത് ഈ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അണ്ടറിലായിട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഇസ്രായേലിൻ്റെ എന്നത്തെയും ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഗസ സിറ്റി ഇല്ലാണ്ടാക്കുക, അല്ലെങ്കിൽ ഗസയിലെ പലസ്തീനികളെ തീർത്തിട്ട് അതും കൂടെ പിടിച്ചെടുത്തിട്ട് ഒരു വിദൂര ഫ്യൂച്ചറിലോട്ട് ഒരു വിശാല ഇസ്രായേൽ സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകളാണ് ഇസ്രായേലികൾ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു യുദ്ധം അവർ നിർത്താനും പോകുന്നില്ല. എത്രയും പെട്ടെന്ന് ഗസ പോലത്തെ സിറ്റി ആ ഒരു പ്രദേശം മൊത്തം പിടിച്ചെടുക്കാനേ ഇസ്രായേൽ നോക്കുന്നുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ കയ്യിലുള്ള ഫോഴ്സിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ഫോഴ്സിനെ അവർ ഫോക്കസ് ചെയ്ത് അവരെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതറിഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് പാകിസ്ഥാൻ ഇതിന് നിൽക്കുന്നതും. ഈ പാകിസ്ഥാൻ നിൽക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത രാജ്യം തന്നെയാണ്. ഈ ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ളത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ വേൾഡ് ബാങ്കിലും മറ്റ് പല സ്ഥലങ്ങളിലും വിദേശ വായ്പകൾ ഒരുപാട് അധികമുള്ളൊരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ അവർക്ക് വേൾഡ് ബാങ്കിലോട്ടുള്ള കുടിശ്ശികക്കുള്ള പൈസ കുറച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ ഇപ്പം ഒരു കൊല്ലത്തേക്കാണ് നമ്മൾ കടമെടുത്തെങ്കിൽ അത് നിങ്ങൾ 10 കൊല്ലത്തേക്ക് മാറ്റിത്തരാം എന്നുള്ള പല വാഗ്ദാനങ്ങളുമാണ് അമേരിക്ക പാകിസ്ഥാന് കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല മറ്റ് പല രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളും പ്ലസ് മറ്റ് പല ആയുധ കരാറുകളും അമേരിക്ക പാകിസ്ഥാനുമായിട്ട് കൊണ്ടുവരാനുള്ള ഒരു പ്ലാനും കൂടെ ഈ ഒരു ഫോഴ്സ് ഈ ഒരു മാറ്റക്കച്ചവടത്തിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എയിം ചെയ്യുന്നത് ഇന്ത്യനും കൂടെ തന്നെയാണ്. നമുക്കറിയാം നമ്മളിപ്പം താലിബാനുമായിട്ട് പുതിയ പല നയതന്ത്ര ബന്ധങ്ങളും, അതായത് പണ്ട് ബാഡ് താലിബാനാണെങ്കിലും ബാഡ് ടെററിസ്റ്റൊക്കെ ആണെങ്കിലും ഇന്ന് നമ്മുടെ മോദിക്ക് നമ്മളെ കൂട്ടിപ്പിടിക്കാൻ നോക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ ഏതെങ്കിലും സമയത്ത് എതിർക്കണമെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്നും അങ്ങ് ബാക്കിൽ നിന്നും കൂടെ അടിക്കാനുള്ള പരിപാടിയാണ് ഇന്ത്യക്ക്. അത് പാകിസ്ഥാന് വ്യക്തമായിട്ട് തരാം. അതിന് സപ്പോർട്ടായിട്ടാണ് അമേരിക്ക പാകിസ്ഥാൻ്റെ കൂടെ കൂടിയിട്ടുള്ളതും. അത് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുന്ന രീതിയിലാണ് ഈ ഒരു ബന്ധം ഇവിടെ വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ പല കാര്യങ്ങളും പാകിസ്ഥാന് സപ്പോർട്ട് കിട്ടും. അത് ഇൻ ഫ്യൂച്ചർ നമുക്കും കൂടെ തന്നെയാണ്, ഇന്ത്യക്ക് തന്നെയാണ് ഏറ്റവും വലിയ ത്രെട്ടായിട്ട് ഈ ഒരു ബന്ധം വളർന്നതോടുകൂടി നമുക്ക് വരാൻ പോകുന്നത്. ഇതേ സമയത്ത് തന്നെ പാകിസ്ഥാൻ മറ്റ് ചില കാര്യങ്ങളും പാകിസ്ഥാൻ പല രീതിയിലും ചൈനയുമായിട്ടുള്ള നല്ലൊരു ബന്ധത്തിലോട്ട് അല്ലെങ്കിൽ നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കുമ്പം ഇൻ ഫ്യൂച്ചറിൽ ഇന്ത്യയിലൊക്കെ അല്ലെങ്കിൽ ഇന്ത്യൻ എയിം ചെയ്ത രീതിയിലോട്ടുള്ള പലതരം നയതന്ത്ര ബന്ധങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉടലെടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി മൊത്തം മൂഞ്ചിത്തെറ്റി, നമ്മുടെ ഡിപ്ലോമസി മൂഞ്ചിത്തെറ്റിയിരിക്കുന്ന ഒരു സമയമാണെന്നുള്ളത് ലോകത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി ഈ ഒരു ബന്ധത്തിന്, ഈ ഒരു ഇസ്രായേൽ പാകിസ്ഥാൻ അമേരിക്ക ഈ ഒരു മൂവർ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ഗസ സിറ്റിയിലോട്ട് അവിടുത്തെ ഇസ്രായേലിൻ്റെ കൂടെ കൂടിയിട്ട് അവിടെയുള്ള ആളുകളെ തീർക്കുക അല്ലെങ്കിൽ അവിടെ കംപ്ലീറ്റ്ലി പിടിച്ചെടുക്കാമെന്നുള്ള രീതിയിലോട്ടുള്ള ഈ ഒരു മൂവ്മെൻറ്റിന് ഇറാനും അതുപോലെ തുർക്കി, ഈജിപ്ത് ഈ രാജ്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇതിനെതിരെ സംസാരിക്കുന്നുണ്ട്. മറ്റ് പല അറബിക് രാജ്യങ്ങളും സൗദി അടക്കമുള്ള മറ്റ് എല്ലാ GCC കൺട്രീസും സാധാരണ പോലെ തന്നെ അവർ വീണ്ടും വന്ന് അപലപിച്ച് പോയിട്ടുണ്ട്. വേറെ നടക്കാൻ പോകുന്നില്ല. നമ്മുടെ അറബിക് രാജ്യങ്ങൾ അപലപിച്ച് പോകാനല്ലാണ്ട് ഒരു ചുക്കും ചുണ്ടാകുമ്പോൾ അവന്മാരെ കൊണ്ട് കയ്യില്ല, നട്ടലിന് ഉറപ്പില്ലാത്തവന്മാർ അവർ കുറേ അപലപിച്ച് പോയിട്ടുണ്ട്. പക്ഷേ ഇറാനും തുർക്കിയും ഇതിനെ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അവരെന്തെങ്കിലും ചെയ്തെങ്കിൽ ചെയ്തു എന്ന് മാത്രം. കാരണം ഈ ഒരു ഇൻ്റർനാഷണൽ ഫോഴ്സിൽ, ഈ ഒരു സ്റ്റെബിലൈസേഷൻ ഫോഴ്സിലോട്ട് തുർക്കി അവരുടെ പട്ടാളക്കാരെ വിടാം എന്ന് പറഞ്ഞപ്പം അത് ഇറാൻ അത് ഇസ്രായേൽ അതിനെ സമ്മതിച്ചിട്ടില്ല. കാരണം ആ ഒരു പട്ടാളത്തിലോട്ട് അല്ലെങ്കിൽ ആ തുർക്കിയുടെ സൈഡിൽ നിന്നുള്ള ഒരു രീതിയിലുള്ള സപ്പോർട്ടും എടുക്കാൻ പാടില്ല എന്ന് അമേരിക്കക്ക് ഇസ്രായേലിൻ്റെ വക ഒരു ടോക്ക്, ഒരു ഡിസ്കഷനും അവിടെ നടന്നിട്ടുണ്ട്.
അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു സംഭവം അല്ലാതെ നടക്കുമ്പം ഇതിന് എത്രത്തോളം ഈ പറഞ്ഞ അറബിക് ഈ സ്പെഷ്യലി ഇറാനും തുർക്കിയും സപ്പോർട്ട് ചെയ്യുന്നുള്ളത് കണ്ടറിയണം. ഈജിപ്തും ഇതിനെതിരെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈജിപ്ത് പണ്ടൊരിക്കൽ നമുക്കറിയാം ഇതേപോലത്തെ ഒരു അവസരം വന്നപ്പം ഇസ്രായേലിൻ്റെ കൂടെ നിന്നിട്ട് പലസ്തീൻ അടിച്ചിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് ഈജിപ്ത്. അതുകൊണ്ട് ഈജിപ്തിൻ്റെ പറയുന്ന വില അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ വാക്ക് എത്രത്തോളം വിലയുണ്ട് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് മൊത്തം അറിയാം. ലോക ഡിപ്ലോമസി ഒരു ജിയോ പൊളിറ്റിക്സ് നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററിയിൽ ഈജിപ്തിൻ്റെ നിലപാടുകൾ എത്രത്തോളം ആണെന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്റ്റേറ്റിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഇത് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് പല ഇതിലും ഇതിൻ്റെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈജിപ്തിൽ നടന്നിട്ടുള്ള ഒരു ഡിസ്കഷനിൽ അന്ന് ട്രംപ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ട്രംപോ അതല്ലെങ്കിൽ ട്രംപിൻ്റെ അമേരിക്കൻ സേന അല്ലെങ്കിൽ മറ്റാരും അല്ലാത്ത ഒരു എക്സ്ട്രാ നമ്മൾ ആരും വിചാരിക്കാത്ത മറ്റ് ചില ആളുകളായിരിക്കും ഈ പീസ് പ്രോഗ്രാമിൽ 20 നമ്പേഴ്സ് പീസ് പ്രോഗ്രാമിൽ ഈ പറഞ്ഞ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിലോട്ട് വരുന്നത് എന്ന് അന്ന് പറഞ്ഞു വെച്ചത്. ചിലപ്പം ഇത് മുൻകൂട്ടി കണ്ടിട്ട് തന്നെ ആയിരിക്കും ഈ ഡിസ്കഷൻ ഒരുപാട് കാലങ്ങളായിട്ട്, ചിലപ്പോൾ 1 month ആയിട്ടെങ്കിലും ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലോട്ടാണ് ഈ ഒരു മൊസാദും CIA-യും പാകിസ്ഥാൻ്റെ അസീം മുനീറും എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ആ ഒരു രഹസ്യ മീറ്റിംഗ് ഈ പറഞ്ഞ ഈജിപ്തിൽ നടന്നിട്ടുള്ളതും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനത്തിലോട്ട് എത്തിയിട്ടുള്ളതും. കാശ് കൊടുക്കാം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കടങ്ങൾ എഴുതി തള്ളാം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആയുധങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തന്തക്കുള്ള സ്വഭാവം പാകിസ്ഥാൻ കാണിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അതാണ്. ആ തന്തയില്ലാത്ത കളിയൊക്കെ പാകിസ്ഥാൻ കാണിക്കും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു ഡീല് ഇപ്പോൾ നടന്നിട്ടുള്ളത്.